രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിലെ 91-ാം സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാമാന്യം വലിയൊരു സർഗമായിട്ടാണ് ഇത് അറിയുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ എടുത്ത് പറയാനല്ല, സംഗ്രഹിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ ഭരതൻ ആ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു എന്നും അദ്ദേഹത്തിന് അർഘ്യപാദ്യാദികൾ നൽകി ആ മഹർഷി സ്വീകരിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടു. അതിനുശേഷം ആ മഹർഷി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു, അങ്ങ് ഇന്ന് സൈന്യത്തിനോടുകൂടി ഇവിടെ താമസിക്കണമെന്ന്. എന്നിട്ട് അപ്പോൾ ഭരതൻ പറഞ്ഞു, അങ്ങ് എനിക്ക് അർഘ്യപാദ്യാദികളൊക്കെ തന്നതോടുകൂടി ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, അങ്ങയുടെ ആതിഥ്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എങ്കിലും എന്തുകൊണ്ടാണ് അങ്ങ് സൈന്യത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് എന്നാണ് ഭരദ്വാജൻ ചോദിക്കുന്നത്. അപ്പോൾ ഭരതൻ അതിന് മറുപടിയായിട്ട് പറയുന്നത്, എൻ്റെ സൈന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആനകളും തേരും കാലാളും കുതിരകളും എല്ലാം അടങ്ങുന്ന വലിയ ഒരു സൈന്യം ഈ ആശ്രമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആശ്രമത്തിന് ഏതൊക്കെ തരത്തിലുള്ള നാശമുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സൈന്യത്തിനെ അവിടെ പുറത്തു നിർത്തിപ്പോകുന്നത്. രാജാക്കന്മാരെ സാധാരണ നിലയ്ക്ക് ആശ്രമങ്ങളിലൊക്കെ വരുമ്പോൾ വളരെ വിനീതരായിട്ട് വരണമെന്നാണല്ലോ നിയമം. അതുകൊണ്ടാണ് ഞാൻ സൈന്യത്തിനെ അവിടെ നിർത്തിയത് എന്നും, ഇത്രയും വലിയൊരു സൈന്യത്തിനെ അങ്ങേക്ക് സൽക്കരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണോ എന്നും ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഭരദ്വാജൻ പറഞ്ഞു, അങ്ങയെയും അങ്ങയുടെ സേനയെയും സൽക്കരിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ധർമ്മമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങ് ഭയപ്പെടേണ്ട, അവരെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ആ യജ്ഞശാലയിൽ കയറി തൻ്റെ തപശക്തി കൊണ്ട് ദേവന്മാരെയും മറ്റെല്ലാവരെയും ആ ഇതിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു എന്ന് പറയാണ്. വിശ്വകർമാവിനെയും മയനെയും ഒക്കെ അദ്ദേഹം ക്ഷണിച്ചു. അതുപോലെ എല്ലാ ദേവന്മാരെയും ബ്രഹ്മാവിനെയും ദിക്പാലകന്മാരെയും എല്ലാവരെയും ഈ ഭരതൻ്റെ സൈന്യത്തിന് ആതിഥ്യം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി അദ്ദേഹം ക്ഷണിച്ചു എന്ന് പറയാണ്. പുഴകൾ, അതുപോലെ ഗന്ധർവന്മാരെ, അപ്സരസുകൾ തുടങ്ങിയ എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ച് വരുത്തിയവിടേക്ക് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആ തപശക്തി കൊണ്ട് ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഈ സൽക്കാരത്തിന് ആവശ്യമായ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറയാണ്. അങ്ങനെ ദേവതകളൊക്കെ അവിടെ പ്രത്യക്ഷരായി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു. നെയ്യും പാലും തൈരും മദ്യവും, സൈന്യമൊക്കെയാണല്ലോ വരുന്നത്, മദ്യവും അങ്ങനെയുള്ള മാംസങ്ങൾ, വിവിധ തരത്തിലുള്ള മാംസങ്ങൾ എല്ലാം അവർ തയ്യാറാക്കി കൊടുത്തു എന്ന് പറയുകയാണ്. ധാരാളം പൂക്കളൊക്കെ വിരിച്ച ആ വിരികളും അവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ആസനങ്ങളും, അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, അത് കഴിഞ്ഞ് കിടക്കാനുള്ള കിടക്കകൾ, ഇങ്ങനെ എല്ലാ വസ്തുക്കളെയും അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് അവിടെ എത്തിച്ചു എന്ന് പറയാണ്. ആ ഭരദ്വാജാശ്രമത്തിൽ നമ്മൾ ഇതിനു മുമ്പ് വിശ്വാമിത്രനെ വസിഷ്ഠൻ സൽക്കരിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിരുന്നു. അതുപോലെ കർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്നപ്പോൾ കിട്ടിയ സേനത്തിനെ പറ്റി കേട്ടിരുന്നു. നമ്മുടെ മഹർഷിമാരെല്ലാവരും തന്നെ അങ്ങനെയാണ്. അവരവരുടെ തപശക്തി കൊണ്ട് എത്ര അധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നാലും അവരൊക്കെ വേണ്ട രീതിയിൽ സൽക്കരിക്കാൻ കഴിവുള്ളവരാണ്. അവരുടെ തപശക്തി ഒന്നുകൊണ്ട് മാത്രം അവർക്ക് എല്ലാത്തിനെയും തങ്ങളുടെ സവിധത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ആ ഭരതൻ്റെ സമീപത്ത് ഇവരെല്ലാവരും വന്ന് ഭരതനും ആ സൈന്യത്തിനും വേണ്ട എല്ലാ ശുശ്രൂഷകളും ആതിഥ്യങ്ങളും ഒക്കെ നൽകി എന്ന് പറയാണ്. ധാരാളം വേശ്യാസ്ത്രീകളുണ്ടായിരുന്നു, മറ്റ് സ്ത്രീകൾ, സുന്ദരിമാരായ അപ്സരസുകളും നർത്തകിമാരുമൊക്കെ ഉണ്ടായിരുന്നു, ഗായകരുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും വന്ന്, നാരദൻ, തുമ്പുരു തുടങ്ങിയ ദേവ ഗായകരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ പ്രയാഗയിലുള്ള ഭരദ്വാജാശ്രമത്തിൽ എത്തിച്ചേർന്നതായി കാണുന്നു എന്ന് പറയാണ്. അവിടെ വൃക്ഷങ്ങൾ, കൂവളമാണത്രയും മദ്ദളമടിച്ചത്, താന്നിമരമാണ് താളം വിളിച്ചത് എന്ന് പറയുന്നു, അരയാൽ മരം നൃത്തം ചെയ്തു എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഭൂമി എങ്ങനെ ഭരദ്വാജൻ്റെ ആഗ്രഹമനുസരിച്ച് ഭരതനെ സ്വീകരിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. സ്ത്രീകൾ മദ്യം വാരി കൊടുത്തുകൊണ്ട് ആ സൈനികരെ എല്ലാവരെയും ആഹ്ലാദിപ്പിച്ചു എന്ന് പറയാണ്. ഓരോ സ്ത്രീകൾ വന്ന് അവരുടെ കാല് തലോടാനും മറ്റുമൊക്കെ തുടങ്ങി എന്ന് പറയുന്നു. വേറെ ചിലർ അവരെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നു. അതുപോലെ ആനകൾക്കും കുതിരകൾക്കും കഴുതകൾക്കും ഒട്ടകങ്ങൾക്കും കാളകൾക്കുമൊക്കെ
വേണ്ട രീതിയിലുള്ള ഭക്ഷണപാനീയങ്ങളും ഒക്കെ അവിടെ കൊടുത്തു. അവയൊന്നും അവയുടെ ഉടമസ്ഥന്മാർക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവയ്ക്ക് രൂപമാറ്റം സംഭവിച്ചു എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയുള്ള സർക്കാരും കൊണ്ട് സന്തുഷ്ടരായ ഇവരൊക്കെ പറഞ്ഞു അത്രേ, ഇനി ഞങ്ങളെങ്ങോട്ടും ഇല്ല, ഭരതൻ സ്വസ്ഥനായി തീരട്ടെ, ശ്രീരാമചന്ദ്രനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ഞങ്ങൾ ഈ ആശ്രമത്തിൽ തന്നെ തമ്പടിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും ആർക്കും ഒന്നും ചോദിക്കാൻ ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഇതുതന്നെയാണ് യഥാർത്ഥത്തിലുള്ള സ്വർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വയറു നിറയെ ആഹാരം കഴിച്ചും ദിവ്യവിഭവങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് കഴിക്കാനുള്ള ആഗ്രഹമുണ്ടായി എന്നൊക്കെ പറയാണ്. ഇങ്ങനെ എല്ലാവരും സന്തുഷ്ടരായിക്കൊണ്ട് ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടുമ്പോഴും ഭരതന് അത് അത്ര സുഖകരമായില്ല എന്ന് പറയുന്നത്. തൻ്റെ ജ്യേഷ്ഠനെ പറ്റിയുള്ള ചിന്തകളെ ഓർത്ത് വളരെ ദുഃഖത്തോടു കൂടി ആണ് ഭരതൻ തൻ്റെ രാത്രി കഴിച്ചു കൂട്ടിയത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഭരതന് ഭരദ്വാജൻ നൽകിയ ആതിഥ്യം കണ്ട് ലോകത്തുള്ള എല്ലാവരും അത്ഭുതസ്തബ്ധരായി നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.